എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. GNR എന്താണെന്നും അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ഈ കോഴ്സിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമല്ലേ? ഇന്ന് നമ്മൾ ഈ കോഴ്സിന്റെ പ്രധാന പാഠഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ വർഷം വൊക്കേഷണൽ സ്കില്ലിൽ നിങ്ങൾക്ക് 5 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. അവ ഇപ്രകാരമാണ്: Introduction to Floriculture, Nursery Management, Plant Propagation, Garden Tools and Equipments, Soil Management and Field Preparation. ഇതിൽ ആദ്യത്തെ യൂണിറ്റായ ഇൻട്രൊഡക്ഷൻ ടു ഫ്ലോറികൾച്ചറിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ നമ്മുടെ ജീവിതവും സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചെടികളും പൂക്കളുമെല്ലാം. പുരാതന സംസ്കാരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലും മറ്റും ഈ വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചതായി തെളിവുകളുണ്ട്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ മുദ്രകളിൽ ആൽമരം വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ, ബാബിലോണിയയിലെ തൂക്കു പൂന്തോട്ടവും ഇതിന് ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് കാണാം, മരങ്ങൾ തട്ടായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ ഉദ്യാനത്തിൽ. പണ്ടൊക്കെ വിനോദത്തിനും അലങ്കാരത്തിനുമായി തുടങ്ങിയ ഫ്ലോറികൾച്ചർ എന്ന കല ഇന്ന് വലിയൊരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. ഫ്ലോറികൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അഗ്രികൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ധാരാളം ഘടകങ്ങളുള്ള ഒരു വലിയ ശാസ്ത്രശാഖയാണ് കൃഷിശാസ്ത്രം അല്ലെങ്കിൽ അഗ്രികൾച്ചർ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപശാഖകളിൽ ഒന്നാണ് ഹോർട്ടിക്കൾച്ചർ. പൂക്കൾ, പഴവർഗ വിളകൾ, ഔഷധ സസ്യങ്ങൾ, സുഗന്ധവിളകൾ, തോട്ടവിളകൾ, പച്ചക്കറി വിളകൾ ഇവയെക്കുറിച്ചെല്ലാം ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹോർട്ടിക്കൾച്ചർ. ഈ ഹോർട്ടിക്കൾച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപശാഖയാണ് ഫ്ലോറികൾച്ചർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫ്ലോറികൾച്ചർ. ഫ്ലോറി എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് പൂക്കൾ ഓടിയെത്തിയിട്ടുണ്ടാകും അല്ലേ? സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ചിഹ്നമായ നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന മനോഹരമായ പൂക്കൾ. എന്നാൽ പൂക്കളുടെ കൃഷി മാത്രമാണോ ഫ്ലോറികൾച്ചർ? അല്ല. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ഫ്ലോറികൾച്ചർ എന്നാൽ എന്ത്? പൂക്കൾ, അലങ്കാര സസ്യങ്ങൾ മുതലായവയുടെ കൃഷി, അവയിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം അഥവാ പ്രോസസ്സിംഗ്, വിപണനം അതായത് മാർക്കറ്റിംഗ്, ഇതുകൂടാതെ ലാൻഡ്സ്കേപ്പിംഗ്, ഒരു പ്രദേശത്തെ ചെടികളും മറ്റും വെച്ച് മനോഹരമാക്കുന്ന കലയാണ് ലാൻഡ്സ്കേപ്പിംഗ്. ഉദ്യാന നിർമ്മാണം, ഉദ്യാന പരിപാലനം ഇതെല്ലാം ഫ്ലോറികൾച്ചറിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ എത്രത്തോളം വിപുലമാണ് ഫ്ലോറികൾച്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ലോക പുഷ്പ വിപണിയിൽ 1ാം സ്ഥാനം ഏത് രാജ്യത്തിനാണെന്ന് നോക്കാം. ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡ്സ് എന്ന യൂറോപ്പിലെ കൊച്ചു രാജ്യമാണ് 1 നൂറ്റാണ്ടിലേറെയായി ഈ പദം അലങ്കരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് യൂസസ് ഓഫ് ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചറിന്റെ പ്രാധാന്യവും ഉപയോഗവും. നേരത്തെ പറഞ്ഞതുപോലെ ഹോർട്ടിക്കൾച്ചർ വ്യവസായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫ്ലോറികൾച്ചർ. ഇനി സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ലോക പുഷ്പ വിപണിയുടെ മൂല്യം നമ്മൾക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ്. കാരണം ഒരു ദിവസം കോടികളുടെ ബിസിനസ്സാണ് ഈ മേഖലയിൽ നടക്കുന്നത്. പൂക്കളും അവയുടെ ഉൽപ്പന്നങ്ങളും മറ്റും കയറ്റുമതി ചെയ്യുന്നതിലൂടെ ധാരാളം വിദേശ നാണ്യം നമ്മുടെ നാടിന് ലഭ്യമാകുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ വളരെയധികം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സാമൂഹികമായി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പൂക്കളെ ഒഴിവാക്കിയുള്ള ഒരു ചടങ്ങോ ആഘോഷമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ല അല്ലേ? ജനനം തൊട്ട് മരണം വരെ എല്ലാ ചടങ്ങുകൾക്കും പൂക്കൾ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇത്രയൊക്കെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ഒരു മേഖലയാണ് പുഷ്പാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. ഫ്ലോറികൾച്ചർ വ്യവസായത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളവയാണ് കട്ട് ഫ്ലവേഴ്സ്, ലൂസ് ഫ്ലവേഴ്സ്,
കട്ട് ഗ്രീൻസ് അഥവാ കട്ട് ഫോളിയേജസ്, പോട്ടഡ് പ്ലാന്റ്സ്, ഫ്ലവർ സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, നഴ്സറി ബിസിനസ്, ലോൺ മേക്കിംഗ് അഥവാ പുൽത്തകിടി നിർമ്മാണം, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ഡ്രൈഡ് ഫ്ലവേഴ്സ്, കളർ പിഗ്മെൻറ്റ്സ്, പെർഫ്യൂംസ്, ഫുഡ് പ്രോഡക്ട്സ്. ഇനി സാമൂഹിക വശം നോക്കുകയാണെങ്കിൽ ഇവ അന്തരീക്ഷ മലിനീകരണം വളരെയധികം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവയ്ക്ക് എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ സൗന്ദര്യമൂല്യം വളരെ കൂടുതലാണ്. ഇവയൊക്കെയാണ് ഫ്ലോറികൾച്ചറിൻ്റെ പ്രാധാന്യം. ഇനി ഓരോന്നും എന്താണെന്ന് വിശദമായി പഠിക്കാം. കട്ട് ഫ്ലവേഴ്സ്. ഈ കാണുന്നത് ആന്തൂറിയം പൂവാണ്. ഇത് കട്ട് ഫ്ലവറിന് ഉത്തമമായ ഉദാഹരണമാണ്. പൂവ് തണ്ടോടുകൂടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇപ്രകാരം തണ്ടോടുകൂടി വിളവെടുക്കുന്ന പൂക്കളെയാണ് നമ്മൾ കട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇവ വിളവെടുത്തതിന് ശേഷം ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ആഗോള വിപണിയിൽ വളരെ പ്രധാനികളാണ് കട്ട് ഫ്ലവേഴ്സ്. ഇനി എന്തൊക്കെയാണ് മറ്റ് കട്ട് ഫ്ലവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. റോസ് അല്ലെങ്കിൽ റോസാപ്പൂവ്. പൂക്കളുടെ റാണിയായ റോസാപ്പൂവിനാണ് ആഗോള പൂക്കൃഷിയിൽ 1-ാം സ്ഥാനം. ലോക വിപണിയിൽ 2-ാം സ്ഥാനക്കാരിയാണ് കാർണേഷൻ. വിവിധ വർണ്ണങ്ങളിൽ പൂക്കുന്ന ഇവയ്ക്ക് തണുത്ത കാലാവസ്ഥയാണ് അനുയോജ്യം. ഓർക്കിഡ്, ആന്തൂറിയം. മനോഹരമായ നിറങ്ങളിൽ കാണുന്ന ഇവയ്ക്ക് അന്താരാഷ്ട്ര പുഷ്പ വിപണിയിൽ വളരെ പ്രാധാന്യമുണ്ട്. ഗ്ലാഡിയോളസ്. പല നിറത്തിൽ കാണുന്ന ഇവയ്ക്ക് ഭംഗിയുള്ള നീണ്ട പൂങ്കുലകളാണ് ഉള്ളത്. ഹെലിക്കോണിയ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നീണ്ട തണ്ടുകളും ദീർഘകാലം പുതുമ നഷ്ടപ്പെടാത്ത പൂക്കളും ഇവയെ പുഷ്പാലങ്കാരങ്ങൾക്ക് പ്രിയമുള്ളതാക്കുന്നു. മനോഹരമായ ഈ പൂക്കൾ ക്രിസാന്തമം അല്ലെങ്കിൽ ജമന്തി, ജെർബറ, ചൈന ആസ്റ്റർ എന്നിവയാണ്. സ്റ്റേജ് അലങ്കാരങ്ങളിലെല്ലാം നിങ്ങളിവയെ ധാരാളം കണ്ടിട്ടുണ്ടാകും അല്ലേ? റാനൻകുലസ് അല്ലെങ്കിൽ ബട്ടർകപ്പ്, ലിലിയം അല്ലെങ്കിൽ ലിലി, ട്യൂലിപ്പ്. വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ പൂക്കൾക്ക് ലോകവിപണിയിൽ വളരെ പ്രാധാന്യമുണ്ട്. ജിഞ്ചേഴ്സ് അഥവാ അലങ്കാര ഇഞ്ചികൾ. ദിവസങ്ങളോളം നിറം മങ്ങാതെ നിൽക്കുന്ന പൂങ്കുലകളാണ് ഇവയ്ക്കുള്ളത്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം. കാല ലില്ലി, ബേർഡ് ഓഫ് പാരഡൈസ്. പുഷ്പാലങ്കാരങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നു. ഇനി കട്ട് ഫ്ലവേഴ്സിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കാം. യൂസസ് ഓഫ് കട്ട് ഫ്ലവേഴ്സ്. മനോഹരമായ ബൊക്കേകൾ അല്ലെങ്കിൽ പൂച്ചെണ്ടുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഫ്ലോറൽ ബാസ്ക്കറ്റ്സ്, പൂക്കൂടകൾ. വിവിധ ചടങ്ങുകളിൽ കാണുന്ന ഫ്ലവർ അറേഞ്ച്മെൻറ്റ് അതായത് പുഷ്പക്രമീകരണം. മനോഹരമായി പൂക്കൾ ക്രമീകരിക്കുന്ന കലയാണിത്. ഇവയ്ക്കെല്ലാം തന്നെ കട്ട് ഫ്ലവേഴ്സ് ആവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ വധുവിൻ്റെ കയ്യിലണിയുന്ന കോർസേജ്, വിവാഹത്തിനും മറ്റു ചടങ്ങുകൾക്കും സ്റ്റേജ്, ഭിത്തികൾ, വാഹനങ്ങൾ മുതലായവ അലങ്കരിക്കാൻ ഇതിനെല്ലാം തന്നെ കട്ട് ഫ്ലവേഴ്സ് ധാരാളമായും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകവിപണിയിൽ ഇവ ഒന്നാമതെത്തി നിൽക്കുന്നതും. ലൂസ് ഫ്ലവേഴ്സ്. തണ്ടുകളില്ലാതെ പറിച്ചെടുക്കുന്ന പൂക്കളെയാണ് ലൂസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇത് അതിനൊരു ഉദാഹരണമാണ്. മാരിഗോൾഡ് അല്ലെങ്കിൽ ബന്ദി, ചെണ്ടുമല്ലി എന്നൊക്കെ പറയും. ഇവിടെ കാണാം കാലിക്സിന് തൊട്ട് താഴെയായിട്ടാണ് പറിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ പ്രശസ്തം ലൂസ് ഫ്ലവേഴ്സ് ആണ്. ഇന്ത്യയിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതും ലൂസ് ഫ്ലവേഴ്സ് ആണ്. ഇനി മറ്റുദാഹരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. റോസ് അല്ലെങ്കിൽ റോസാപ്പൂവ്, ജാസ്മിൻ അല്ലെങ്കിൽ പിച്ചി അഥവാ മുല്ല, മാരിഗോൾഡ്, ചെണ്ടുമല്ലി, ബന്ദി. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ യോജിച്ചതാണ്. ക്രിസാന്തമം അല്ലെങ്കിൽ ജമന്തി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റോസും ജമന്തിയും കട്ട് ഫ്ലവറായും ലൂസ് ഫ്ലവറായും ഉപയോഗിക്കുന്നു. സൗന്ദര്യവും സൗരഭ്യവും ഒത്തിണങ്ങിയ ട്യൂബ്രോസ് അല്ലെങ്കിൽ രജനീഗന്ധി, നമ്മുടെ ദേശീയ പുഷ്പമായ താമര അതായത് ലോട്ടസ്,
ഗോംഫ്രീന അഥവാ ബാച്ചിലേഴ്സ് ബട്ടൺ അല്ലെങ്കിൽ വാടാമുല്ല മജന്ത, പിങ്ക്, വെള്ള എന്നീ നിറങ്ങളിൽ കാണുന്നു. ഈ പൂക്കൾക്കെല്ലാം തന്നെ പ്രാദേശിക വിപണിയിൽ വളരെ പ്രാധാന്യമുണ്ട്. സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി, നീറിയം അല്ലെങ്കിൽ അരളി, ക്രൊസാൻഡ്ര അല്ലെങ്കിൽ കനകാംബരം ആഭ്യന്തര വിപണിയിൽ പ്രധാനികളാണിവർ. ഗൈലാഡിയ, ബാർലേറിയ, എറാന്തിമം. ഏഷ്യയിലും ഇന്ത്യയിലും കട്ട് ഫ്ലവേഴ്സിനേക്കാളും കൂടുതൽ വിപണിയുള്ളത് ലൂസ് ഫ്ലവേഴ്സിനാണ്. അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേണി അതായത് കൊരുത്തുപൂക്കളായി ഉപയോഗിക്കാം. ഗജറ സ്ത്രീകൾക്ക് കേശാലങ്കാരത്തിനായി ഇവ ധാരാളം ഉപയോഗിച്ചു വരുന്നു. മനോഹരമായ പൂക്കളങ്ങൾ അഥവാ രംഗോളി ഉണ്ടാക്കുന്നു. സ്ത്രീകൾക്ക് ബ്രേസ്ലെറ്റ് പോലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാനും ഈ പൂക്കൾ ഉപയോഗിക്കുന്നു. ഗാർലൻഡ്സ് അല്ലെങ്കിൽ പൂമാല, ഹാരം ഇവ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ആഘോഷങ്ങളിൽ അലങ്കാരമായി ഉപയോഗിക്കുന്നു. മതപരമായ ചടങ്ങുകളാകാം, ഉത്സവങ്ങളാകാം, വീട് മനോഹരമാക്കുന്നതാകാം, ഇവയിലെല്ലാം ഉപയോഗിച്ചു വരുന്നു. വളരെ പരിചിതമായ കാഴ്ചകളാണിത്. പൂജയ്ക്കും വിവിധ ആഘോഷങ്ങൾക്കും എല്ലാം തന്നെ ലൂസ് ഫ്ലവേഴ്സ് ധാരാളമായി നാം ഉപയോഗിച്ചു വരുന്നു. കട്ട് ഗ്രീൻസ് അഥവാ കട്ട് ഫോളിയേജ്. ഫോളിയേജ് എന്ന് പറഞ്ഞാൽ ഇല. ഇവിടെ പൂക്കൾക്കല്ല പ്രാധാന്യം, ഇലകൾക്കാണ് പ്രാധാന്യം. അലങ്കാര ഇലച്ചെടികളാണിവ. മനോഹരമായ രൂപവും നിറവും കേടുകൂടാതിരിക്കാനുള്ള കഴിവുമെല്ലാം ഒത്തിണങ്ങിയ ഇലകളാണ് ഇവയ്ക്കുള്ളത്. ഒരു ഉദാഹരണമാണ് ഇത് ഡ്രസ്സീന. ഇത് കട്ട് ഫോളിയേജിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. പൂക്കൃഷിയെ അപേക്ഷിച്ച് അനായാസേന ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അലങ്കാര ഇലച്ചെടികളുടെ കൃഷി. ഇനി മറ്റ് കട്ട് ഫോളിയേജസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആസ്പരാഗസ് അല്ലെങ്കിൽ ശതാവരി, ഫേൺസ് അല്ലെങ്കിൽ പന്നൽ വർഗ ചെടികൾ, തൂജ ഇവയ്ക്കെല്ലാം മനോഹരമായ ഇലകളാണ് ഉള്ളത്. യുക്കാലിപ്റ്റസ് കുപ്രസസ്, ബൊക്കെ, ഫ്ലവർ അറേഞ്ച്മെൻറ്റ് മുതലായവയിലെല്ലാം തന്നെ ഒഴിച്ചുകൂടാനാവാത്തവയാണിവ. ക്രോട്ടൺസ്, ഡ്രസ്സീന ആകർഷകമായ വർണ്ണങ്ങളിലും ആകൃതിയിലും കാണപ്പെടുന്ന ഇലകളാണിവ. ഇനി കട്ട് ഫോളിയേജസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവ ബൊക്കയിലും ഫ്ലവർ അറേഞ്ച്മെൻറ്റിലും ഫില്ലറുകളായി ഉപയോഗിക്കുന്നു. ഫില്ലേഴ്സ് എന്നാൽ കട്ട് ഫ്ലവേഴ്സിന് ഇടയിലുള്ള സ്ഥലം നിറയ്ക്കാനായി ഉപയോഗിക്കുന്നവയാണ്. നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ ചിത്രത്തിൽ റോസ് എന്ന കട്ട് ഫ്ലവറിൻ്റെ ഇടയിൽ ഡ്രസ്സീന എന്ന ഫോളിയേജ് ഉപയോഗിച്ച് മനോഹരമായ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബൊക്കെ, വീടുകളുടെ അകത്തളങ്ങൾ അലങ്കരിക്കുന്ന റീത്ത്, മാലകൾ മുതലായവ ഇവ കൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞു മനോഹരമായ ആകൃതിയാണ് ഈ ഇലകൾക്കുള്ളതെന്ന്. അതിനാൽ തന്നെ അവ അകത്തളങ്ങൾ മനോഹരമാക്കാൻ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. പോട്ടഡ് പ്ലാന്റ്സ് ചട്ടിയിൽ നട്ടു വളർത്തുന്ന ചെടികളാണിവ. മനോഹരമായ പൂക്കളോട് കൂടിയതോ ആകർഷണീയമായ ഇലകളോട് കൂടിയതോ ആയ ചെടികൾ ഇപ്രകാരം നട്ടു വളർത്താവുന്നതാണ്. ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായതിനാൽ ഇൻസ്റ്റന്റ് ഗാർഡനിങ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള പൂന്തോട്ട നിർമ്മാണത്തിന് ഇവ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ്. പല സ്ഥലത്തും സ്ഥല ലഭ്യത കുറവായതിനാൽ ഓഫീസുകൾ, വീടുകൾ, ഫ്ലാറ്റുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വലിയ വലിയ മോൾസ് ഇവയിലെല്ലാം തന്നെ അകവും പുറവും മൂടി പിടിപ്പിക്കാനായി പോട്ടഡ് പ്ലാന്റ്സിന് വളരെ ഡിമാൻഡാണ്. മാത്രമല്ല പല പല ആഘോഷങ്ങൾ നടക്കുന്ന വേദികളിലും പോട്ടഡ് പ്ലാന്റ്സിന് ആവശ്യക്കാർ ഏറെയാണ്. ഇനി ഏതൊക്കെ സസ്യങ്ങളാണ് ഇതിന് അനുയോജ്യമായതെന്ന് നമുക്ക് നോക്കാം. ആഗ്ലോണിമ അരേലിയ. മനോഹരമായ നിരവധി ഇനങ്ങൾ ഇതിൽ ലഭ്യമാണ്. വിചിത്ര ഡിസൈനുകൾ കോറിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഇലകളും അത്യാകർഷകമായ പൂക്കളുമാണ്
ബിഗോണിയയുടെ പ്രത്യേകത. കെലാത്തിയ, ക്ലോറോഫൈറ്റം, ക്രോട്ടൺസ്. ഡംകീൻ അഥവാ ഡൈഫൻബാക്കിയ, മണി പ്ലാന്റ് അഥവാ പോത്തോസ്, ഡ്രസീന ഇവയെല്ലാം വളരെ ഡിമാൻഡുള്ള പോട്ടഡ് പ്ലാന്റ്സ് ആണ്. ഫേൺസ് അഥവാ പന്നൽ വർഗ ചെടികൾ നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഫൈക്കസ് അതായത് ആലിൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ചെടികളാണിവ. മരാന്ത പകൽ സമയത്ത് വിടർന്നു നിൽക്കുന്ന ഇലകൾ രാത്രികാലത്ത് കൂമ്പുന്നതുകൊണ്ട് മരാന്തയ്ക്ക് പ്രേയർ പ്ലാന്റ് എന്ന ഓമന പേരുമുണ്ട്. കലഞ്ചോ, അസേലിയ ഇവയ്ക്ക് അതിമനോഹരമായ പൂക്കളുണ്ട്. ഫ്ലവർ സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് പൂക്കളുടെ വിത്തുകളും മറ്റു നടീൽ വസ്തുക്കളും. മേൽപ്പറഞ്ഞ എല്ലാ സസ്യങ്ങൾക്കും ഇന്ന് വളരെയേറെ ആവശ്യക്കാരുണ്ട്. ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും അവരിൽ എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയും വൈവിധ്യമാർന്ന മണ്ണും ഇത്തരത്തിൽ വിത്ത് നിർമ്മാണത്തിനും അതുപോലെ തന്നെ മറ്റു നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനും വളരെ അനുയോജ്യമാണ്. ഗ്ലാഡിയോളസ്, ലില്ലി, ട്യൂലിപ്പ് മുതലായ പൂക്കൾക്കെല്ലാം തന്നെ കിഴങ്ങുകളാണ് പ്രജനന വസ്തുവായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും വിത്തുകളും നിർമ്മിച്ചു നൽകുക എന്നത് ആദായകരമായ ഒരു ബിസിനസ് തന്നെയാണ്. നഴ്സറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അലങ്കാര സസ്യങ്ങളുടെ നഴ്സറിയിൽ പൂക്കൾ, മറ്റലങ്കാര സസ്യങ്ങൾ, അവയുടെ നടീൽ വസ്തുക്കൾ ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ചട്ടികൾ, ജൈവവളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എല്ലാം ലഭ്യമാക്കി കൊടുക്കുന്നു. ഉദ്യാന പരിപാലനത്തിനുള്ള നിർദ്ദേശങ്ങളും സേവനങ്ങളും എല്ലാം നഴ്സറികൾ വഴി ചെയ്യുന്നതാണ്. ഈ നഴ്സറി ബിസിനസ് വളരെ ആദായകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. ലോൺ അല്ലെങ്കിൽ പുൽത്തകിടി. പുൽത്തകിടി കണ്ടിട്ടില്ലാത്തതും ഇഷ്ടപ്പെടാത്തതുമായി ആരും ഉണ്ടാവില്ല, അല്ലേ? മനോഹരമായി വെട്ടി നിർത്തിയ പുല്ലുകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട സ്ഥലത്തിനെയാണ് പുൽത്തകിടി എന്ന് പറയുന്നത്. സുന്ദരമായ ഒരു പച്ച പരവതാനി. ഉദ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പുൽത്തകിടി അല്ലെങ്കിൽ ലോൺ. കാണുന്നവർക്ക് കണ്ണിന് കുളിർമയും മാനസിക ഉല്ലാസവും അതിനോടൊപ്പം തന്നെ ശുദ്ധവായുവും നൽകുന്നു. പുൽത്തകിടി വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ സ്ഥലത്തിന് മൂല്യവും വർദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാം ഉദ്യാനത്തിന്റെ വിവിധ ഘടകങ്ങളായ ഫ്ലവർ ബെഡ്, അതായത് പൂത്തു നിൽക്കുന്ന ചെടികളുടെ കൂട്ടം, ഷ്രബറി കുറ്റിച്ചെടികളുടെ കൂട്ടം, സ്പെസിമെൻ ട്രീ മനോഹരമായ ആകൃതിയോടുകൂടിയ മരം, പാതകൾ ഇവയിലെല്ലാം തന്നെ പുൽത്തകിടിയും വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ഇത് ചെയ്യുന്നത് എന്തിനാണെന്നാൽ ഈ ഘടകങ്ങൾക്കെല്ലാം മനോഹാരിത വർദ്ധിപ്പിക്കാൻ പുൽത്തകിടിക്ക് സാധിക്കുന്നു. വിവിധ സ്റ്റേഡിയംസ്, ഗോൾഫ് കോഴ്സ് ഇവിടെയെല്ലാം തന്നെ പുൽത്തകിടി അവിഭാജ്യമായ ഘടകമാണ്. ഇത്രത്തോളം വ്യാപകമായതിനാൽ പുൽത്തകിടിക്ക് ആവശ്യമായ പുല്ലുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ അവയുടെ വിപണനവും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ടർഫ്. ടർഫ് എന്നാൽ തിങ്ങി വളരുന്ന പുൽത്തകിടിയിൽ നിന്നും മണ്ണോടുകൂടി മുറിച്ചു മാറ്റുന്ന പുൽത്തകിടിയുടെ കഷ്ണത്തെയാണ് ടർഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ടർഫുകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് വളരെ ആദായകരമായ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഇനി പൂക്കളിൽ നിന്നും ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് നിർമ്മിക്കാവുന്നതാണ്. അവയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡുമാണ്. ഇവയെക്കുറിച്ചെല്ലാം ധന്യ ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പ്രിയ കുട്ടികളെ, അപ്പോൾ നമ്മൾക്കിനി പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടാം. മൂല്യവർദ്ധനം എന്ന വാക്ക് നിങ്ങൾക്ക് അത്ര പരിചിതമല്ലല്ലോ. അതുകൊണ്ട് എന്താണ് മൂല്യവർദ്ധനമെന്ന് ആദ്യം നോക്കാം. വിവിധ സംസ്കരണ രീതികളിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് രൂപമാറ്റം വരുത്തി അവയുടെ ഗുണവും ഉപയോഗ്യതയും
മൂല്യവും കൂട്ടുന്നതിനെയാണ് മൂല്യവർദ്ധനവ് എന്ന് പറയുന്നത്. ഇപ്രകാരം ലഭിക്കുന്ന വസ്തുക്കളെയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അഥവാ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് വിളിക്കുന്നത്. ഫ്ലോറിക്കൾച്ചർ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിവ. അതുപോലെ വാണിജ്യാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഇവയുടെ ഉൽപാദനവും വിപണനവും വഴിയാണ്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് നോക്കാം. ഡ്രൈഡ് ഫ്ലവേഴ്സ് അഥവാ ഉണക്കിയ പൂക്കൾ, കളർ പിഗ്മെന്റ്സ് അഥവാ സ്വാഭാവിക നിറങ്ങൾ, ഫുഡ് പ്രോഡക്ട്സ് അഥവാ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പെർഫ്യൂംസ് അഥവാ സുഗന്ധദ്രവ്യങ്ങൾ. നിങ്ങൾ ഈ സ്ലൈഡിലേക്ക് നോക്കിക്കേ. മനോഹരമായ പൂക്കൾ. പക്ഷെ അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവയെല്ലാം ഉണങ്ങിയതാണ്, എന്നാലോ നല്ല ഭംഗിയുള്ളതുമാണ്. ഫ്രഷ് ഫ്ലവേഴ്സിനേക്കാളും വിപണിയിൽ മൂല്യം കൂടിയവയുമാണ്. ഇവയാണ് ഡ്രൈ ഫ്ലവേഴ്സ് അഥവാ ഉണക്കിയ പൂക്കൾ. വാടാമലരുകൾ എന്നും ഇവയെ വിളിക്കുന്നു. പൂക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഇവ. സാധാരണ പൂക്കൾക്ക് ആയുസ് കുറവാണ്. അവ പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോകുന്നു. മാത്രമല്ല എല്ലാ കാലത്തും അവ ലഭിക്കുകയുമില്ല. ഇവിടെയാണ് ഡ്രൈ ഫ്ലവേഴ്സിന്റെ പ്രസക്തി. പൂക്കളെ ഉണക്കി സംസ്കരണം നടത്തിയാൽ വളരെ കാലം അതിന്റെ പുതുമ നിലനിർത്താൻ സാധിക്കും. ലോക വിപണിയിൽ ഡ്രൈഡ് ഫ്ലവേഴ്സിന് പ്രാധാന്യം കൂടി വരികയാണ്. ഇന്ത്യയിലെ പുഷ്പാധിഷ്ഠിത കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ 60% ഉണക്കിയ പൂക്കളാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സിനെയും അവയുടെ ഉപയോഗങ്ങളെയും പരിചയപ്പെടാം. നമുക്ക് വളരെ പരിചിതമായ കുറച്ച് ഉണക്കിയ പൂക്കളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. റോസ്, ഡാലിയ, ഗോംഫ്രീന അഥവാ വാടാമുല്ല, ക്രൈസാന്തിമം അഥവാ ജമന്തി, മാരിഗോൾഡ് അഥവാ ചെണ്ടുമല്ലി, ബൊഹേൻവില്ല അഥവാ കടലാസ് പൂവ്, സ്ട്രോ ഫ്ലവർ അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ഫ്ലവർ, ബോട്ടിൽ ബ്രഷ് മുതലായവ. ഇവ കൂടാതെ വേറെയും ധാരാളം പൂക്കൾ ഡ്രൈ ഫ്ലവർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഉണക്കിയ പൂക്കൾ എന്ന് മാത്രമല്ല അർത്ഥം. ഉണക്കിയ കായ്കൾ, ഇലകൾ, ചില്ലകൾ മുതലായവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. താമരയുടെ വിത്തുകൾ, അക്കേഷ്യ, കാറ്റാടി, വുഡാപ്പിൾ മുതലായ വൃക്ഷങ്ങളുടെ കായ്കൾ, പൈൻ മരത്തിന്റെ കോണ് തുടങ്ങിയവയൊക്കെ വാർണിഷ് ചെയ്ത് ഭംഗിയാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇലകളുടെ കാര്യമെടുക്കുമ്പോൾ ഉണങ്ങിയ തണ്ടോടുകൂടിയ പനയോല, യൂക്കാലിപ്റ്റിസ്, പന്നൽച്ചെടി മുതലായവയുടെ ഇലകൾ, ആലില തുടങ്ങിയവ വളരെയധികമായി ഇന്ന് ഡ്രൈ ഫ്ലവർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. പ്രധാനപ്പെട്ട ഡ്രൈ ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവയുടെ ഉപയോഗങ്ങൾ നോക്കാം. ആദ്യമായി പോട്ട്പൂരി. പുഷ്പാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പോട്ട്പൂരി. ഉണക്കിയ പൂക്കൾ, കായ്കൾ, സുഗന്ധമുള്ള ചെടിഭാഗങ്ങൾ, സുഗന്ധ തൈലങ്ങൾ എന്നിവ ഒരുമിച്ച് സ്ഫടിക പാത്രത്തിനുള്ളിലോ പോളിത്തീൻ കവറുകളിലോ ആകർഷകമായി വയ്ക്കുന്നതിനെയാണ് പോട്ട്പൂരി എന്ന് പറയുന്നത്. ഇത് ഒരു മുറിക്കുള്ളിൽ തുറന്നു വെച്ചാൽ മുറിക്കുള്ളിൽ സുഗന്ധം പരക്കുന്നു. പിന്നെ പുഷ്പാലങ്കാരങ്ങൾ. ഇപ്പോൾ ഉണക്കിയ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾക്ക് ഏറെ പ്രിയമാണ്. കൂടുതൽ കാലം നിലനിൽക്കുന്നു എന്നതാണ് ഇതിന്റെ മേന്മ. ഇവ കൂടാതെ ബൊക്കെകൾ, റീത്തുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, അലങ്കാര മെഴുകുതിരികൾ, വള, കമ്മൽ മുതലായ ആഭരണങ്ങൾ മുതലായവ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന അടുത്ത മൂല്യവർദ്ധിത വസ്തുവിനെ പരിചയപ്പെടാം. പിഗ്മെന്റ്സ് അഥവാ സ്വാഭാവിക നിറങ്ങൾ അഥവാ പ്രകൃതിദത്ത നിറങ്ങൾ. നല്ല നിറമുള്ള പൂക്കളിൽ നിന്ന് അവയുടെ നിറത്തിന് കാരണമായ പിഗ്മെന്റ്സ് വേർതിരിച്ചെടുക്കുന്നു. കൃത്രിമ ചായങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ മരുന്ന് വ്യവസായം, ഭക്ഷ്യ വ്യവസായം, സൗന്ദര്യവർദ്ധക വ്യവസായം, നെയ്ത്ത് വ്യവസായം, കോഴിത്തീറ്റ, കാലിത്തീറ്റ മുതലായവയിലൊക്കെ ഇവ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മാരിഗോൾഡ്, ക്രിസാന്തിമം, ബിക്സ ഒറല്ലാന മുതലായവയാണ് സാധാരണ പിഗ്മെന്റ് എക്സ്ട്രാക്ഷന് ഉപയോഗിക്കുന്ന പൂക്കൾ. ഇവ കൂടാതെ ചെമ്പരത്തി, കണിക്കൊന്ന, യെല്ലോ ബെൽസ്, പലാഷ് തുടങ്ങിയവയിൽ നിന്നൊക്കെ പിഗ്മെന്റ്സ് വേർതിരിച്ചെടുക്കാം. പ്രധാനപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കിനി പരിശോധിക്കാം. മാരിഗോൾഡ് അഥവാ ചെണ്ടുമല്ലിയിൽ
മഞ്ഞ നിറത്തിലുള്ള കരോട്ടിനോയിഡ് പിഗ്മെന്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇവയുടെ ഇതളുകൾ കോഴിത്തീറ്റയിൽ ചേർക്കുന്നു. തന്മൂലം കോഴിമുട്ടയുടെ മഞ്ഞക്കരുവിന് കൂടുതൽ മഞ്ഞ നിറം കൈവരുന്നു. അതുപോലെ വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിലുണ്ടാകുന്ന നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന രോഗം ഇല്ലാതാക്കാൻ ഇവ മരുന്നായി ഉപയോഗിക്കാം. ഇനി ക്രിസാന്തിമം നോക്കാം. ജമന്തി പൂക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഡൈ ഭക്ഷ്യവസ്തുക്കളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിക്സ ഒറില്ലാന അഥവാ സിന്ദൂരി എന്ന മരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മരമാണിത്. കുരങ്ങ് മൈലാഞ്ചി എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്നത്. ഇതിന്റെ കായിൽ നിന്ന് ലഭിക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള പിഗ്മെന്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മരുന്നുകളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്നു. പൂക്കളിൽ നിന്നുണ്ടാക്കാവുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റോസ, ചെമ്പരത്തി മുതലായ പൂക്കളിൽ നിന്ന് ജാം, ജെല്ലി, സിറപ്പ്, വൈൻ മുതലായവ ഉണ്ടാക്കുന്നു. അതുപോലെ ഇപ്പോൾ വളരെയേറെ പ്രചാരത്തിലുള്ള ഒരു വിഭവമാണ് ഔഷധ ചായ. ഇത് ചെമ്പരത്തി, റോസ്, പിച്ചി എന്നീ പൂക്കളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇവയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് മുതലായവ അടങ്ങിയിരിക്കുന്നു. റോസിൽ നിന്നുള്ള വേറെ ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് ഗുൽക്കണ്ട്. ഇവിടെ റോസിന്റെ ഇതളുകളും തുല്യ അളവിൽ പഞ്ചസാരയും കൂട്ടിക്കലർത്തി നന്നായി മിക്സ് ചെയ്ത് കണ്ണാടി കുപ്പികളിലാക്കുന്നു. ഇത് ഒരാഴ്ച ഇരുന്ന ശേഷം നല്ലവണ്ണം സെറ്റ് ചെയ്യുന്നു. വളരെ മധുരമുള്ള ഒരു വിഭവമാണ് ഗുൽക്കണ്ട്. പൂക്കളിൽ നിന്നുള്ള വേറൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് പെർഫ്യൂംസ് അഥവാ സുഗന്ധദ്രവ്യങ്ങൾ. പൂക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എസൻഷ്യൽ ഓയിൽസ് ഉപയോഗിച്ചാണ് പെർഫ്യൂമുകളും അത്തറുകളും ഉണ്ടാക്കുന്നത്. പ്രധാനമായും പിച്ചി, റോസ്, ട്യൂബ്രോസ്, സ്ക്രൂ പൈൻ എന്നിവയിൽ നിന്നാണ് സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കുന്നത്. ആഗോള വിപണിയിൽ പിച്ചിയുടെയും ട്യൂബ്രോസിന്റെയും സുഗന്ധതൈല കയറ്റുമതിയിൽ ഇന്ത്യക്ക് യഥാക്രമം 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവുമാണ് ഉള്ളത്. ഇതുവരെ നമ്മൾ ഫ്ലോറികൾച്ചറിന്റെ സാമ്പത്തികമായ വശമാണ് കണ്ടത്. ഇനി നമുക്ക് ഇവയുടെ സാമൂഹികവും സൗന്ദര്യാത്മകവുമായ തലങ്ങൾ പരിശോധിക്കാം. സാമൂഹികമായ തലങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി കോമ്പാക്ട് പൊല്യൂഷൻ, അതായത് മലിനീകരണ നിയന്ത്രണം. നമുക്കെല്ലാവർക്കും അറിയാം, ഇക്കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വലിയൊരു പങ്കാണ് ഫ്ലോറികൾച്ചർ വഹിക്കുന്നത്. ഉദാഹരണം പാർക്കുകൾ. ധാരാളമായി ഓക്സിജൻ പുറപ്പെടുവിക്കാൻ കഴിയുന്ന പാർക്കുകളെ നഗരത്തിന്റെ ശ്വാസകോശങ്ങൾ അഥവാ ലങ്സ് ഓഫ് ദ സിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. മനോഹരങ്ങളായ പാർക്കുകൾ മനുഷ്യർക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം മികച്ച ഉല്ലാസ കേന്ദ്രങ്ങളുമാണ്. വായു മലിനീകരണം മാത്രമല്ല, ശബ്ദ മലിനീകരണവും ജലമലിനീകരണവും കുറയ്ക്കാൻ ചെടികൾക്ക് കഴിയുന്നു. ഇതിനെല്ലാം ഉപരി ചെടികൾ മണ്ണൊലിപ്പ് തടഞ്ഞ് നമ്മുടെ വിലപ്പെട്ട മേൽമണ്ണിനെ സംരക്ഷിക്കുന്നു. അതുപോലെ മരങ്ങൾ തണൽ നൽകുകയും മണ്ണിലെ ജൈവാംശം കൂട്ടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഫ്ലോറികൾച്ചറിന്റെ സൗന്ദര്യാത്മക മൂല്യം എന്താണെന്ന് നോക്കാം. വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാ പുഷ്പത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? നല്ല സന്തോഷം അല്ലേ? ഇതിനെയാണ് സൗന്ദര്യാത്മക മൂല്യം അഥവാ എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് സൗന്ദര്യമുള്ള ഒരു വസ്തു അത് കാണുന്ന ആൾക്കാർക്ക് നൽകുന്ന ആനന്ദത്തിനെയാണ് ആ വസ്തുവിന്റെ എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. മാനസിക ഉല്ലാസം നൽകുന്ന പൂക്കൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നൈർമല്യത്തിന്റെയും പ്രതീകമാണ്. ഇവ നമ്മുടെ മാനസിക നിലയെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഈ മൂല്യത്തെ അടിസ്ഥാനമാക്കി ധാരാളം പ്രവൃത്തികൾ ഇന്ന് ഫ്ലോറികൾച്ചർ മേഖലയിൽ ചെയ്തു വരുന്നു. പൂക്കളുടെ സൗന്ദര്യാത്മക മൂല്യം പ്രധാനമായും 4 മേഖലകളിലാണ് ഉപയോഗിക്കുന്നത്. മാനസികമായി സ്വാധീനം ചെലുത്തുന്നതിൽ, ലാൻഡ്സ്കേപ്പിംഗിൽ, ഇൻഡോർ ഗാർഡനിങ്ങിൽ, ഫ്ലവർ അറേഞ്ച്മെന്റിൽ. മനുഷ്യ മനസ്സുകൾക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും നൽകാൻ പൂക്കൾക്കൊരു പ്രത്യേക കഴിവാണുള്ളത്. അതുകൊണ്ടാണ് രോഗികളെ സന്ദർശിക്കുമ്പോഴും
പിറന്നാൾ പോലെയുള്ള ആഘോഷങ്ങൾക്കും നമ്മൾ പൂക്കൾ നൽകുന്നത്. ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി അഥവാ ഉദ്യാന ചികിത്സ ഇന്ന് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ഉദ്യാന പരിപാലനത്തിലൂടെ മനുഷ്യർക്ക് ശാരീരികവും മാനസികവുമായ ഉണർവുണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പിംഗിൽ പൂക്കളുടെ എസ്തെറ്റിക് വാല്യൂ എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് നോക്കാം. സാധാരണയായി കിടക്കുന്ന ഒരു സ്ഥലത്തെ ചെടികളും മറ്റും ഉപയോഗിച്ച് മനോഹരവും ആകർഷകവുമാക്കുന്നതിനെയാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. പൂക്കളുടെ സൗന്ദര്യാത്മക മൂല്യം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ആനന്ദത്തിനോടൊപ്പം ഇത് ഭൂമിയുടെ മൂല്യവും വർദ്ധിപ്പിക്കുന്നു. നല്ലൊരു സംരംഭമായി തുടങ്ങാവുന്നതാണ് ലാൻഡ്സ്കേപ്പിംഗ്. വീടുകൾ, ഓഫീസുകൾ, ഫ്ളാറ്റുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുനിരത്തുകൾ മുതലായവയെല്ലാം ഇങ്ങനെ മനോഹരമാക്കിയാൽ എല്ലായിടത്തും ഒരു പോസിറ്റീവ് എനർജി പരത്താൻ സാധിക്കും. പാർക്കുകളും പൂന്തോട്ടങ്ങളും ലാൻഡ്സ്കേപ്പിംഗിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഉല്ലാസത്തിനും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണിവ. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും അകത്തളങ്ങളിൽ അനുയോജ്യമായ ചെടികൾ വച്ചുപിടിപ്പിച്ച് സൗന്ദര്യവൽക്കരിക്കുന്ന കലയാണ് ഇൻഡോർ ഗാർഡനിങ്. ഇവ അകത്തളങ്ങളുടെ മൂടി കൂട്ടാൻ മാത്രമല്ല, വായു ശുദ്ധീകരിക്കാനും ആരോഗ്യ പരിപാലനത്തിനും സഹായിക്കുന്നു. പൂക്കളുടെ സൗന്ദര്യാത്മക മൂല്യം ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു മേഖലയാണ് ഫ്ലവർ അറേഞ്ച്മെന്റ് അഥവാ പുഷ്പക്രമീകരണം. കട്ട് ഫ്ലവേഴ്സ് പഠിച്ചപ്പോൾ തന്നെ മനോഹരമായ ഫ്ലവർ അറേഞ്ച്മെന്റുകൾ നിങ്ങൾ കണ്ടതാണല്ലോ. വിവിധ തരത്തിലുള്ള പൂക്കളെ അതിമനോഹരമായ രീതിയിൽ ചിട്ടയോടെ ക്രമീകരിച്ച് പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഫ്ലവർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. മനോഹരമായ പുഷ്പക്രമീകരണം മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്നു. വിവാഹം, പിറന്നാൾ തുടങ്ങി എല്ലാ പ്രധാന ചടങ്ങുകളിലും ഇവ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മികച്ച ഒരു വരുമാന മാർഗം കൂടിയാണിത്. അപ്പോൾ എന്താണ് ഫ്ലോറിക്കൾച്ചർ എന്നും എന്തുമാത്രം പ്രാധാന്യമുള്ള മേഖലയാണതെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഫ്ലോറിക്കൾച്ചറിന്റെ 3 തലങ്ങൾ, അതായത് സാമ്പത്തികമായ തലം, സാമൂഹികമായ തലം, സൗന്ദര്യാത്മക തലം, ഇത് 3മാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. നമുക്ക് ആദ്യമായിട്ട് സാമ്പത്തികമായ തലം ഒന്ന് നോക്കാം. അതിലെന്തൊക്കെ വരുന്നതെന്ന്: കട്ട് ഫ്ലവേഴ്സ്, ലൂസ് ഫ്ലവേഴ്സ്, കട്ട് ഗ്രീൻസ്, പോട്ടഡ് പ്ലാന്റ്സ്, ഫ്ലവർ സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, നഴ്സറി, ലോൺ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലോറിക്കൾച്ചറിന്റെ സാമ്പത്തിക തലത്തിൽ വരുന്നത്. ഇനി അടുത്തത് സാമൂഹിക തലം. സാമൂഹിക തലം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മലിനീകരണ നിയന്ത്രണം അഥവാ കോമ്പാറ്റ് പൊല്യൂഷൻ. അവസാനത്തേത് സൗന്ദര്യാത്മക തലം. അത് മെയിൻ ആയിട്ട് 4 മേഖലകളിലാണ് സൗന്ദര്യാത്മക തലത്തിന്റെ പ്രാധാന്യം വരുന്നത്: സൈക്കോളജിക്കൽ ഇഫക്റ്റ്, ലാൻഡ്സ്കേപ്പിംഗ്, ഇൻഡോർ ഗാർഡനിങ്, ഫ്ലവർ അറേഞ്ച്മെന്റ്. ഇനി ടീച്ചർ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആക്ടിവിറ്റി, അതായത് 5 കട്ട് ഫ്ലവേഴ്സ്, 5 ലൂസ് ഫ്ലവേഴ്സ്, 5 കട്ട് ഗ്രീൻസ് എന്നിവയുടെ ഒരു ഡിജിറ്റൽ കളക്ഷൻ നിങ്ങൾ തയ്യാറാക്കുക. പിന്നെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതുക. ഈ ആൻസേഴ്സും ഡിജിറ്റൽ കളക്ഷനും നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇതുവരെ ഞങ്ങളുടെ ക്ലാസ് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.